ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണോ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആദരണീയനായ നമ്മുടെ ആവേശമായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം യൂട്യൂബിൽ കേൾക്കാനിടയായി. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കൊച്ചുകുട്ടി, അദ്ദേഹം പറഞ്ഞത് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആർത്തലയ്ക്കുന്ന കടൽ തീരത്ത് ചെന്ന് നിന്നു. ആ കുട്ടി അത്ഭുതത്തോടു കൂടി നോക്കി, എന്ത് കരുത്താണ് ഈ സമുദ്രത്തിന്! ആ തിരമാലകൾ ശക്തിയോടുകൂടി വന്ന് ഈ തീരത്തിൽ അടിക്കുന്ന ആ അടി ഉണ്ടല്ലോ, എത്ര കരുത്തോടു കൂടിയാണ് അടിക്കുന്നത്. ആ കുട്ടി വേഗം പോയിട്ടൊരു ബക്കറ്റിലൊരു ആ സമുദ്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം കോരി കരയിൽ വെച്ച്, എന്നിട്ട് അവനത് നോക്കിയപ്പോ ഈ കടലിലടിക്കുന്ന ആർത്തടിക്കുന്ന തിരമാല അവനിവിടെ പ്രതീക്ഷിച്ചു. നിരാശയായിരുന്നു ഫലം, കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ആർത്തലയ്ക്കുന്ന കടലിലുള്ള ഓരോ തുള്ളിയുമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിക്കാതെ ചിലർ ഈ ഒരു തുള്ളി വെള്ളമാണ് കടൽ എന്ന് വിചാരിച്ച് വർത്തമാനം പറയുന്നവരുണ്ട്. അതാണല്ലോ ഇന്നത്തെ ചർച്ച. ഈ ഒരു തുള്ളിയായിട്ടുള്ള ഈ തുള്ളി, ഈ മഹാസമുദ്രത്തിന്റെ ശക്തി ഞാൻ അതിൽ ചേർന്നത് കൊണ്ടാണ് എനിക്കുണ്ടായത് എന്ന് ബോധ്യമില്ലാതെ ഞാൻ തന്നെ കടലാണ് എന്ന് വിചാരിച്ച് വശാകുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ളവരെ കുറിച്ച് സംസാരിക്കാനല്ല ഇന്ത്യയിലും കേരളത്തിലും സമയം ചെലവഴിക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ എവിടെ നിന്നോ പടപൊരുതി വന്നു. നടക്കാൻ അവകാശമില്ലാതെ, പഠിക്കാൻ അവകാശമില്ലാതെ, ജോലിയെടുത്താൽ പണിയെടുത്താൽ കൂലി ചോദിക്കാൻ അവകാശമില്ലാതെ, മീശ വളർത്താൻ, മുടി വളർത്താൻ, മാറുമറയ്ക്കാൻ ഒന്നിനും അവകാശമില്ലാത്ത ജനവിഭാഗങ്ങളായി തല്ലുകൊണ്ട്, അടികൊണ്ട് നിരാലംബരായി ജീവിച്ച ഒരു ജനത ഇവിടെ എത്തി. ഒരു പന്തലിന് താഴെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് സംസാരിക്കാൻ, ഒരുമിച്ച് വഴി നടക്കാൻ, ഇഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോകാൻ ഒക്കെ കഴിയുന്ന അവകാശം നേടിയ ഒരു വിഭാഗമായി നമ്മൾ മാറി. പ്രത്യേകിച്ച് കേരളം. ഇവിടെ വസീഫൊക്കെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, എന്തിന് ഇന്റർനെറ്റ്, ലോകത്തിൽ എല്ലാ ജനങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. ഓരോ ദിവസവും കേരളത്തെക്കുറിച്ച്, കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച്, സാമ്പത്തിക നേട്ടം ഇൻവെർട്ടഡ് കോമ, കാരണം സാമ്പത്തിക ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ പല സംസ്ഥാനങ്ങളുടെയും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പേര് നമ്മൾ പറയും. പക്ഷെ ഉള്ള സമ്പത്ത് നീതിപൂർവമായി വിതരണം ചെയ്യുന്ന ഒരു ഇടം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമല്ലാതെ മറ്റൊന്നില്ല. അപ്പൊ ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത നേട്ടങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ? മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യന് നീതി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യൻ അന്തസ്സായി ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. മാനവ വികസന റിപ്പോർട്ടിനകത്ത് ഈ ഇന്ത്യക്കകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമ്മൾ മറക്കരുത്. ഈ നമ്മളിൽ ഞങ്ങളുമില്ല, നിങ്ങളുമില്ല, നമ്മളെ ഉള്ളൂ. അതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട്, RSS ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് നടക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, വ്യത്യസ്ത ജാതി മത കൂട്ടായ്മകൾ എല്ലാവരുമുണ്ട്. ഇവരെല്ലാവരും ചേർന്നതാണ് നമ്മൾ. അങ്ങനെ നമ്മൾ പലതും ഓർക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ആഴ്ച ഹിന്ദു ദിനപത്രത്തിൽ ഒരു നോവലിനെ കുറിച്ചുള്ളൊരു റിവ്യൂ, ഗീതാഞ്ജലി ശ്രീ എന്ന് പറയുന്ന UP-യിലെ പ്രമുഖ നോവലിസ്റ്റ്, അവർ സിറ്റി ദാറ്റ് ഡേ, അതാണ് ആ നോവലിന്റെ പേര്, അവർ സിറ്റി ദാറ്റ് ഡേ. ആ നോവലിൽ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് ശരത്ത്, മറ്റൊന്ന് ഹനീഫ്, വേറൊന്ന് ശ്രുതി, മറ്റൊന്ന് ഡാഡു എന്ന് പറഞ്ഞാൽ അവരുടെ ഡാഡി, ഈ ശരത്തിന്റെ അച്ഛൻ. ഈ 4 കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് നേരിടുന്ന രാഷ്ട്രീയമായ വെല്ലുവിളി,
മാനവികതയുടെ അപജയം, ആ അപജയത്തെ തുറന്നു കാട്ടുന്ന ഒരു നോവൽ. അവരതിൽ പറയുന്നത് ഈ ശരത്തും ഹനീഫും അക്കാഡമീഷ്യൻസ്മാരാണ്. ഈ ഹനീഫ് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു, ആ വിവാഹത്തോടുകൂടി അമ്പലവും പള്ളിയും മതനിരപേക്ഷമാകുന്നു. ഇന്നലെ വരെ ഒരു പാലത്തിന് അപ്പുറത്തുള്ളവരായിരുന്നു, ഒരു പാലത്തിന് ഇപ്പുറത്തുള്ളവരുമായിരുന്നു. അങ്ങനെ ഇന്നലെ വരെ അവർ, ഇവർ, ഇങ്ങനെ രണ്ട് തട്ടിൽ നിന്നിട്ട് ജനങ്ങൾ. ഈ കഥയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ അവരിൽ നിന്നും ഇവരിൽ നിന്നും മാറി ഞങ്ങൾ എന്ന രാഷ്ട്രീയം ഉയർത്തണമെന്നുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ന് ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യം ഇന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളും നിങ്ങളുമല്ല, നമ്മളാകണം എന്നുള്ളതാണ്. നമ്മളാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ത്യയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് കൃത്യമായി ഇപ്പോ വിപിൻ ചന്ദ്ര എന്ന് പറയുന്ന പ്രശസ്തനായ ചരിത്രകാരൻ, അദ്ദേഹം വർഗീയത എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ചെറുതാണെന്ന് കരുതി വലിയ എളുപ്പത്തിൽ വായിച്ചു തീർക്കാവുന്നതാണ് എന്ന് കരുതേണ്ടതുമില്ല. ഇവിടെ പലരും വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ണൂരുകാരായതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഭീഷണി എന്ന് പറയുന്നത്, ഇന്ന് തന്നെയല്ല, കാലങ്ങളായി, ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ബ്രിട്ടീഷുകാർ പയറ്റിയ തന്ത്രം അവർക്കിവിടെ നിലനിൽക്കാൻ വേണ്ടി, വർഗീയത എന്ന് പറയുന്ന ആ വിഷവിത്ത്, ആ വർഗീയതയെ നമ്മൾ ഒരു പ്രത്യയശാസ്ത്രമായി കാണണം എന്നുള്ളതാണ്, ഒരു വിശ്വാസമായി കാണണം എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ ജനത നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണിയാണ് വർഗീയത എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ശരീരത്തിനെ കീറിമുറിച്ചിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ BJPക്ക് എത്ര സീറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് വർഗീയതയെ അളക്കാൻ നിൽക്കരുത്. കാരണം 1951-52 കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു ശക്തമായ ഭാഷയിൽ RSSനെതിരെ പ്രതികരിക്കുകയും ഇന്ത്യയിൽ പലയിടത്തും ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുകയും ചെയ്തു. വളരെ നല്ലൊരു ആശയപരമായ ഒരു സമീപനമെടുത്തു. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിരോധം തീർത്തു. സഖാവ് പാട്യത്തിനെയൊക്കെ അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് അനുസ്മരിക്കുന്നത്. ഈ ഛിദ്രശക്തികൾക്കെതിരെ നേർക്കുനേർ നിന്ന് പൊരുതിയ ചരിത്രം ഉണ്ട് എന്ന് നമുക്കറിയാം, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ എണ്ണം നോക്കിയല്ല ഇതിനോട് പ്രതികരിക്കേണ്ടത്. അന്ന് അവർക്ക് എണ്ണമില്ല. 51-52 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ എണ്ണമില്ല. കൃത്യമായി പ്രതിപക്ഷമായിട്ട് വരുന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ 80-കൾ വരെ പാർലമെന്റിനകത്ത് നിങ്ങൾ ഈ RSSന്റെ മുഖമായിട്ടുള്ള ഈ രാഷ്ട്രീയത്തെ കാണാൻ സാധിക്കില്ല. പക്ഷെ 80-കൾക്ക് ശേഷം ഗംഗാജല യാത്ര, 84-കൾക്ക് ശേഷം രഥയാത്ര, ഇങ്ങനെ പല പല യാത്രകളെ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോഴും നമുക്ക് അങ്ങനെയാണ്. അടുത്ത കാലത്ത് ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, കേരളത്തിലെ അദ്ദേഹം മാത്രമല്ല പലരും പറയുന്നതാണ്, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട RSSന്റെ നേതാക്കന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം ഇവരെ ഒന്നും കാണില്ല, പ്രത്യക്ഷത്തിൽ കാണില്ല. പക്ഷെ അവർ കൃത്യമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഉറങ്ങുന്ന സമയമൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇവർ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ എല്ലായിടത്തും ഇവരുടെ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തെ
നമ്മുടെ ഇടയിലുള്ള ഈ ശത്രുവിനെ, വർഗശത്രുവിനെ കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞ് സഖാവ് പാട്യത്തിന്റെ ജീവിതം നമുക്ക് മുന്നിൽ നേർസാക്ഷ്യമായിട്ടുണ്ട്. അത്തരത്തിൽ പ്രതികരിക്കാൻ സഖാക്കളെ നമുക്ക് കഴിയണം എന്നാണ് പാട്യത്തിന്റെ സ്മരണ നമ്മളോട് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് അതാണ്. ഏതെല്ലാം തരത്തിൽ ഈ വലതുപക്ഷ തീവ്ര രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുന്നു, പക്ഷേ അവർ വളരുന്നുണ്ട് എന്ന് കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു. കേരളത്തിൽ ഒരിക്കലും അവർക്ക് പച്ചകുത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചെടുത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് നാം അഭിമാനപൂർവ്വം കണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് ചില ആളുകളോട് നിങ്ങൾ എവിടത്തുകാരാ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ തൃശ്ശൂരുകാരാണ് ട്ടോ എന്ന് പറയാൻ നാണക്കേടാ. കാരണം എന്താ? എനിക്ക് തോന്നുന്നു ഒരു 18-19 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ചില ആളുകളെ നമ്മൾ ഇന്ന് തൃശ്ശൂർ കാണുകയാണ്. ജന്മിത്വത്തെ കുറിച്ച് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ചില പഴയകാല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജന്മി, ഓ ഇതാണ്. പക്ഷേ ആ കോമാളി വേഷങ്ങളെ കേരളത്തിന്റെ നടുക്ക്, മധ്യ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ആ പ്രദേശത്തുകാർ ഇപ്പൊ പറയില്ല ഞങ്ങൾ ഇന്ന നാട്ടുകാരാണെന്ന് പറയാൻ പോലും നാണക്കേടുണ്ടാകുന്ന വിധത്തിൽ ഈ പ്രബുദ്ധമായ കേരളത്തിൽ എങ്ങനെ വന്നു, എങ്ങനെ ഉയർന്നു, എങ്ങനെ വിജയിച്ചു എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് കൃത്യമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. കാരണം അല്ലെങ്കിൽ കേരളം നമുക്കിനി തിരിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ തിരിച്ചു പോകുന്ന ജനങ്ങളല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് 28 സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയമായും സാമൂഹ്യമായും സാമ്പത്തികമായും മനുഷ്യർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു പ്രദേശമായി കൊച്ചു കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത് നമ്മളങ്ങനെ മനുഷ്യത്വരഹിതമായി, വർഗീയമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറല്ല എന്ന് ലോകത്തിന് മുൻപിൽ വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യക്കകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. ദാരിദ്ര്യ പട്ടികയിൽ 111ാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ജനങ്ങൾ താമസിക്കുന്ന, ജീവിക്കുന്ന ഒരു രാജ്യമാണിത്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ, കഴിഞ്ഞ ദിവസം ILOയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവര് പറയുന്നു ലോകത്ത് 28 വയസ്സ് ആവറേജ് ഉള്ള യൂത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതാണല്ലോ. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം അങ്ങനെയുള്ളൊരു കണക്ക് കഴിഞ്ഞ 10-16 വർഷമായി രാജ്യത്തില്ല. ഒരു സ്ഥിതിവിവര കണക്കുകളും ഈ ഗവൺമെന്റ് രാജ്യത്തിന്റെ മുന്നിൽ വെക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ കണക്കിൽ ഇവിടുത്തെ ദാരിദ്ര്യത്തെ കുറിച്ച് അറിയാൻ നിവൃത്തിയില്ല, നിരക്ഷരതയെ കുറിച്ച് അറിയാൻ നിവൃത്തിയില്ല, യൂത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് അറിയാൻ നിവൃത്തിയില്ല. അന്തർദേശീയ സ്ഥാപനങ്ങളും സ്ഥിതിവിവര കണക്കുകളും വെച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക തൊഴിൽ അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 28 വയസ്സ് ആവറേജ് പ്രായമുള്ള യൂത്ത് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. ഇനി വേറൊരെണ്ണം കൂടിയുണ്ട്. ഇതിൽ തന്നെ 63% യുവാക്കളിൽ 63%-ൽ 55%-ലേറെ തൊഴിലില്ലാത്തവരാണ്. അത് വെറുതെ തൊഴിലില്ലാത്തവരല്ല, ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞവർ. ഇവരെന്താണ് ചെയ്യുന്നത്? ഈ തൊഴിലില്ലാപ്പടയെ രാജ്യത്തെ വലതുപക്ഷ രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്നൊരു വാർത്ത നിങ്ങൾ എല്ലാവരും വായിച്ചു കാണും. ആര്യൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു കുട്ടി കൊല്ലപ്പെട്ടത് വെറും മരണമല്ല, അവനെ കൊന്നതാണ്, ഷൂട്ട് ചെയ്തതാണ്. കാരണം അവൻ പശുവിനെ കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാനയിലെ 5 യുവാക്കൾ, RSSന്റെ ബജ്രംഗ് ദളിന്റെ കീഴിലുള്ള 5 യുവാക്കൾ ഇവനെ ഷൂട്ട് ചെയ്തു, വകവരുത്തി. അവസാനം കേസ് കോടതിയിലെത്തി. ഹരിയാന ഗവൺമെന്റും അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലോ. ഇങ്ങനെ ഒരു ഭീകര രാജ്യം, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല,
പശുവിന് വേണ്ടി മനുഷ്യരെ അടിച്ചു കൊല്ലുന്നു. സ്ത്രീകൾക്ക് കടക്കാനേ പറ്റാത്ത രാജ്യമാണ്. ദ റേപ്പ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന അതിപുരാതനമായ പല നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്ന ഇന്ത്യ രാജ്യത്തെ ലോകം വീക്ഷിക്കുന്നത് ഇതേ കോണിലാണ്, ഇതേ രീതിയിലാണ്. അപ്പൊ അവർ പറയുന്നു, ഹരിയാനയ്ക്കകത്ത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിൽ 17% ജോലിയില്ല, തൊഴിലില്ല. സ്വീപ്പർ ജോലിക്ക് 40,000 പേരെ ക്ഷണിച്ചപ്പോ 1.5 ലക്ഷം യുവാക്കളാണ് അതിന് അപേക്ഷിച്ചത്. സ്വീപ്പർ ജോലി കോൺട്രാക്ച്വലാണ് കേട്ടോ, കോൺട്രാക്ച്വൽ ജോബാണ്, വർക്കാണ്, സ്ഥിരമൊന്നുമല്ല. അങ്ങനെയുള്ള തൊഴിലിന് പോലും 44,000 പേരെ ആവശ്യമുള്ളിടത്ത് ചെന്നത് 1,20,000 പേരാ. ഇനി അവരുടെ ക്വാളിഫിക്കേഷനോ, അവർ PGയും അതിനപ്പുറവും ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാ. ഇവർക്ക് ആർക്കും ജോലിയില്ല. അങ്ങനെ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഈ ഹരിയാനയ്ക്കകത്ത് ഈ ചെറുപ്പക്കാർ എന്താണ് ചെയ്യുന്നത്? ഇവരെ വളരെ ബോധപൂർവം ഈ സംഘപരിവാർ ശക്തികൾ അവരുടെ കൂടെ ചേർക്കുകയാണ്. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ജോലി സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുക. പിന്നെ 2 വീലർ കൊടുക്കും ഇവർക്ക്. 2 വീലർ ഉപയോഗിച്ച് ഗ്രാമാന്തരങ്ങൾ തോറും ഇവരിങ്ങനെ റൈഡിംഗ് ആണ്. എന്തിനു വേണ്ടി? പശുവിനെ ഉപദ്രവിക്കുന്നവരുണ്ടോ, പശുക്കടത്ത് നടത്തുന്നവരുണ്ടോ? കാരണം അതവിടെ നിരോധിച്ചിരിക്കുകയാണ്. കന്നുകാലി കടത്തും അതുപോലുള്ള വ്യാപാരവും ഒക്കെ നിരോധിച്ചൊരു സംസ്ഥാനമാണ്. അപ്പൊ അത് ചെയ്യുന്നവരുണ്ടോ എന്ന് ഇങ്ങനെ തിരഞ്ഞു നടക്കലാണ് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് സംഘപരിവാർ കൊടുക്കുന്ന പണി. അതിന്റെ ഫലമാണ് 20 വയസ്സുകാരനായ ആര്യൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ മരണം, കൊലപാതകം. എന്നിട്ട് അവസാനം പോലീസ് ചോദ്യം ചെയ്തപ്പോ ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള കൗശിബ് എന്ന് പറയുന്ന ആ പയ്യൻ, അവനും വേറെ രസാണ്. അവൻ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് PGക്ക്. ഒന്ന് ഓർക്കണം, ഇങ്ങനെയുള്ള കുട്ടികളെയാണ് ബ്രെയിൻ വാഷ് ചെയ്ത്. അതുകൊണ്ടാണ് ബിപിൻ ചന്ദ്ര പറയുന്നത്, നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല ഇത്. ഈ പ്രത്യയശാസ്ത്രം, ഈ വിശ്വാസം, ഈ പ്രത്യയശാസ്ത്രം മനുഷ്യർക്കെതിരാണ്, മൃഗീയമാണ്. അതുകൊണ്ട് ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കണം. ഇതിനെ സൂക്ഷ്മതയോടുകൂടി കാണാൻ നമ്മൾ പഠിക്കണം. എവിടെയൊക്കെയാണ് നുഴഞ്ഞു കയറുന്നതെന്ന് നമ്മൾ നോക്കണം. അങ്ങനെ പോരാട്ടം തുടരുക തന്നെ വേണം. അസംബ്ലിക്കകത്ത്, പാർലമെന്റിനകത്ത് ഇവരുടെ നമ്പർ ഇല്ലല്ലോ, ഇവർ ഇരിക്കുന്ന കസേരയില്ലല്ലോ എന്ന് നോക്കിയല്ല ഈ പ്രത്യയശാസ്ത്രത്തോട് നമ്മൾ നേരിടേണ്ടത്. അപ്പൊ ഞാൻ ഈ വാർത്തയിലേക്ക് വരാം. ചോദ്യം ചെയ്തു, ഈ 1-ാം പ്രതിയെ ചോദ്യം ചെയ്തു. PGക്ക് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ഈ 1-ാം പ്രതിയെ ചോദ്യം ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞു, ഒരു കയ്യബദ്ധത്തിൽ ഒരു ഹിന്ദു കുട്ടിയെ കൊല്ലേണ്ടി വന്നു. ഒരു കയ്യബദ്ധത്തിൽ ഒരു ഹിന്ദു കുട്ടിയെ കൊല്ലേണ്ടി വന്നു. നോക്കൂ, അപ്പോ കൈ അബദ്ധത്തിലല്ലാതെ ആരെ കൊല്ലാം എന്നാണ് പറഞ്ഞു വന്നത്. ഇങ്ങനെ എത്രയോ പേരെ നമ്മുടെ ഇന്ത്യക്കകത്ത് കൊല ചെയ്യപ്പെടുന്നു. സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എത്ര പ്രസവിക്കണം, നിങ്ങൾ എന്തു വസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന മാറ്റണം എന്നാവശ്യപ്പെടുക. ഭരണഘടന അംഗീകരിച്ചവരല്ല കേട്ടോ, പക്ഷെ ഇപ്പോൾ മാറ്റാനുള്ള ഒരു ശേഷി ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ബോധം അവരിൽ, അത് ശരിയായ ബോധമാണോന്നറിയില്ല, അവരിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 700-ലേറെ പേജുള്ള ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സന്യാസിമാരാൽ തീർത്തു വെച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇത് നടപ്പിലാക്കുക ആയാലുള്ളൊരവസ്ഥ? കേരളത്തിന് താങ്ങാൻ പറ്റുമോ? ബാക്കി ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പഞ്ചായത്തും അവരുടെ നിയമങ്ങളും ഭരണവും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ കഴിയുമോ? പലതുമില്ലല്ലോ, പല കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു. ഇനി ഈ പ്രശ്നം ഹരിയാനയിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മാത്രമാണോ? നമ്മുടെ ഈ അടുത്ത സംസ്ഥാനം കർണാടകയിലെ മാണ്ഡ്യ ജില്ല, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്തയായിരുന്നു. മാണ്ഡ്യ ജില്ല
മതേതരത്വത്തിന് പേരുകേട്ട ഒരു പ്രദേശമായിരുന്നു. ഒക്കലിഗ സമുദായം, കാർഷിക മേഖലയും സ്വന്തമായി ഭൂമിയും ഒക്കെ ഉണ്ടായിട്ട് കാർഷിക വൃത്തി മെയിനായി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം, ദളിത് വിഭാഗങ്ങളും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു മേഖല. ആ മേഖലയ്ക്കകത്താണ് ഈ അടുത്ത കാലത്ത് സെപ്റ്റംബർ 23 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവിടെ വലിയ തോതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ആ പ്രയാസങ്ങൾ ഒരു ഘോഷയാത്ര കടന്നു പോവുകയാണ്. ഒരു മുസ്ലിം ഏരിയയിലൂടെ ഘോഷയാത്ര കടന്നു പോകുന്നു ഗണേശോത്സവത്തിന്റെ ഭാഗമായി. ഈ ഗണേശ വിഗ്രഹം അടുത്തുള്ള നദിയിൽ നിമജ്ജനം ചെയ്യുന്ന ഒരു ആചാരമാണ്. അപ്പൊ പോലീസ് പറയുന്നത് സാധാരണഗതിയിൽ ആ പ്രദേശത്തു കൂടിയല്ല കടന്നു പോകാൻ ഷെഡ്യൂൾ ചെയ്തത്. പക്ഷേ ഈ RSS സംഘപരിവാർ കൂട്ടുകാർ, ആ കൂട്ടുകെട്ട് ഇവർ തീരുമാനിച്ചു അതിലെ കൂടി പോകേണ്ടതില്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മോസ്ക് ഉണ്ട്, അതിലൂടെ കടന്നു പോകണം, നിർബന്ധം പിടിച്ചു. അതിലൂടെ കടന്നുപോയി. കടന്നുപോക മാത്രമല്ല, ആ പ്രദേശത്തുള്ള കടകൾ ഒക്കെ അടിച്ചു തകർക്കുന്നു. ആ പ്രദേശത്തുള്ള കടകൾ മണ്ണെണ്ണയൊഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. അപ്പൊ അതിലൊരു മുസ്ലിം വിഭാഗം നടത്തുന്ന കടകളാണ്. പക്ഷെ അവിടെ വാടകയ്ക്ക് പരിപാടി നടത്തുന്നത്, ഈ വ്യാപാരം നടത്തുന്നത് ഹിന്ദുക്കളായിട്ടുള്ളവരാണ്, വാടകക്കാർ. ഈ കടകളെല്ലാം അടിച്ചു തകർക്കുന്നു. എന്നിട്ട് വലിയ വെല്ലുവിളി നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ, വലിയ ഷൗട്ട് ഒക്കെ നടത്തിക്കൊണ്ട്, അട്ടഹാസങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ മേഖലയിലൂടെ പ്രകോപനപരമായി ഒരു മതപരമായ ആഘോഷം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പോവുകയാണ്. വലിയ പ്രയാസങ്ങളും സംഘർഷങ്ങളുമാണ് ആ മേഖലയിൽ നടന്നത്. അപ്പൊ നമ്മുടെ ഈ അടുത്താണ് ജനതാദൾ സെക്യുലർ രാഷ്ട്രീയമായിരുന്നു മാണ്ഡ്യ ജില്ലയ്ക്കകത്തുണ്ടായിരുന്നത്. ഇപ്പോഴും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് യൂണിയൻ മിനിസ്റ്റർ, കേന്ദ്ര മന്ത്രി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 70കളിലും 80കളിലും ഒക്കെ പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കവികളും എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ജനതാദൾ സെക്യുലർ എന്ന് പറഞ്ഞാൽ ആ സെക്യുലർ എന്ന പദത്തിന് നമ്മൾ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ആളുകളാണല്ലോ. മതനിരപേക്ഷ സമൂഹം ഉണ്ടാകണം. ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഒരു അടിസ്ഥാന സ്വഭാവം മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കും എന്ന് കരുതിയിരുന്ന, ഒരു കാലഘട്ടത്തിൽ കരുതിയിരുന്ന രാഷ്ട്രീയമാണ് ഇന്ന് BJPയുടെ കൂടി ചേർന്നുകൊണ്ട് അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുകരുന്നത്. ആ പ്രദേശത്താണ് ഈ RSS നുഴഞ്ഞു കയറിയിട്ടുള്ളത്. കാരണം ആ പ്രദേശത്തെ ഈ പ്രത്യേക വിഭാഗത്തിന്റെ ഒക്കലിഗ സമുദായത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു, കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, ജനതാദൾ സെക്യുലറിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അവരുടെ ഇടയിലേക്ക് ഈ വിപിൻ ചന്ദ്ര സൂചിപ്പിച്ചതുപോലെ അവരുടെ നിത്യജീവിതത്തിലേക്ക്, ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് ഒക്കെ തന്നെ പതുക്കെ ഈ വർഗീയതയുടെ വിഷവിത്ത് വിതയ്ക്കാൻ സംഘപരിവാരത്തിന് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 5%, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5% വോട്ട് നേടിയ സ്ഥാനത്ത് ഇന്ന് 13% വോട്ട് നേടാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഭിന്നിപ്പിച്ച് ഭരിക്കുക, മതത്തിന്റെ പേരിൽ, ലോകത്തൊക്കെ നമ്മൾ കാണാമല്ലോ, ചിലത് വർഗത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ഒക്കെ തന്നെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഭരിക്കുക, ആ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ അധികാരം നേടുക. പക്ഷേ വർഗീയതയുടെ മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത്, അത്യാപത്ത് എന്ന് പറയുന്നത്, അത് രാഷ്ട്രീയ അധികാരത്തിന് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, സ്ഥിരമായി മനുഷ്യന്റെ മനസ്സിലേക്ക് ഈ വിഷം കയറ്റി അവനെ സ്ഥിരമായി ശത്രുപക്ഷത്ത് നിർത്തുക, പരസ്പരം പോരടിക്കുക. അങ്ങനെ മുതലാളിത്തത്തിന്, കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ ഒത്താശയും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചങ്ങാത്ത മുതലാളിത്തം, കംപ്ലീറ്റ് മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റിസം, അതാണ് ഫാസിസം എന്ന് പറയുന്നത്. കൃത്യമായി ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ മഹാസമുദ്രത്തിലെ ഒരു തുള്ളിയായി അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ വെമ്പുന്ന ചില ആളുകളുടെ ഇന്നത്തെ കോപ്രായങ്ങളെ കുറിച്ചല്ല. അത് കെട്ടടങ്ങും. ഈ ആകാശത്ത് നിന്ന്, ശൂന്യാകാശത്ത് നിന്ന് ചില പാറക്കഷ്ണങ്ങൾ ഗുരുത്വാകർഷണ ബലത്തിൽ വിട്ടിട്ട് ഇങ്ങോട്ട് പോരും. അതിന് ഭൂമിയിൽ വരാനുള്ള ആയുസൊന്നും ഉണ്ടാവില്ല, അല്ലെ? ടീച്ചർമാരിവിടെ ഇരിപ്പുണ്ട്, അത് ഇടക്ക് വെച്ച് കത്തിച്ചാരമായി പോവും, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിലര്
വലിയ പ്രകാശത്തോടു കൂടിയൊക്കെ കത്തി ഇങ്ങനെ വന്നു, ഭൂമിയിലെത്തുന്നതിന് മുൻപ് ചാരമായി. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ്? മാധ്യമങ്ങളുടെ കടമ, ഉത്തരവാദിത്വം. നമ്മളൊക്കെ പറയാറുണ്ട് ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ദ ഫോർത്ത് പില്ലറാണ്, ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, 4ാം തൂണാണ്. ജനാധിപത്യ രാജ്യങ്ങളിലാണ് മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക. അതൊരു പ്രത്യേകതയുണ്ട്. രാജഭരണത്തിൽ കഴിയില്ല, ഏകാധിപത്യത്തിൽ കഴിയില്ല, ഫാസിസ്റ്റ് ഭരണത്തിൽ കഴിയില്ല എന്നുള്ളത് ഇന്ത്യയിൽ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൗരി ലങ്കേഷ് വരെയുള്ള മാധ്യമ പ്രവർത്തകരും നവോത്ഥാന പ്രവർത്തകരും പുരോഗമനാശയങ്ങൾ സംസാരിച്ചവരും എഴുതിയവരുമായിട്ടുള്ള ഗൗരി ലങ്കേഷ് വരെ ഉള്ള ആളുകളുടെ മരണം, കൊല നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഫാസിസം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. ശബ്ദിക്കുന്നവരെ, മനുഷ്യർക്ക് വേണ്ടി വർത്തമാനം പറയുന്നവരെ, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വാദിക്കുന്ന ആശയത്തിനെതിരെ. അതുകൊണ്ടാണല്ലോ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണെന്ന് വിചാരധാരയിൽ പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മാധ്യമങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി മിനിമം മര്യാദ മാധ്യമങ്ങൾ കാണിക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തോട്. ആ സമൂഹത്തിൽ ജനങ്ങളെ ജനാധിപത്യ ബോധമുള്ള പൗരന്മാരായി അവരെ ബലപ്പെടുത്താൻ ഉള്ള ഒരു പ്രവർത്തനം മാധ്യമങ്ങൾ ആദ്യമായി ചെയ്യണം. ഈ രാജ്യത്തെ പൗരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ രാജ്യത്ത് നടപ്പിലാക്കുന്നത്? അല്ല എങ്കിൽ ഇന്നതാണ് നടപ്പാക്കുന്നത് എന്ന് അറിയിക്കാനുള്ള, നുണ പറയാനുള്ളതല്ല. നുണകളുടെ ഒരു കാലഘട്ടമാണ്, സത്യാനന്തര കാലമാണ്, അതൊക്കെ ശരി. പക്ഷേ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാജ്യത്തെ മാധ്യമങ്ങളെടുത്തൊരു നിലപാടുണ്ട്. രാജ്യത്തിലെ ജനങ്ങളുടെ പോരാട്ടത്തോട് ചേർന്ന് നിന്നിട്ടുള്ളൊരു നിലപാടുണ്ട്. അങ്ങനെയാണ് ചില പത്രങ്ങൾ ഇന്നും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ ജനങ്ങളുടെ മനസ്സിൽ നേടാനുള്ളൊരു കാരണം അന്ന് നിങ്ങളെടുത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ നേരും നെറിവുമാണ്. ഇന്നെടുക്കുന്നതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം കത്താനുള്ള എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും അടവുകളും രാജ്യത്ത് തീവ്ര വലതുപക്ഷം കൃത്യമായി അജണ്ട നിശ്ചയിച്ച് ഓരോ പരിപാടികളിടുമ്പോ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയാഞ്ഞിട്ടല്ലോ. ഈ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. മാത്രവുമല്ല രാജ്യത്തെ ജനങ്ങൾക്ക് സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തും എന്ന് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടന. ആ രാജ്യത്തിനകത്ത് 1949 ഭരണഘടന രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് മഹാനായ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഈ സമത്വവും നീതിയും തുല്യതയും സാഹോദര്യവും നിങ്ങൾക്ക് ഉറപ്പു തരുന്നുണ്ട് ഈ ഭരണഘടനയ്ക്കകത്ത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജനാധിപത്യം പറയുന്നുണ്ട്. ആ ജനാധിപത്യം എന്ന് പറയുന്നത്, ആ ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട തൃത്വമുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കറിയാം തൃത്വം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വരിക പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഇതൊക്കെ വിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കേണ്ടത് ജനാധിപത്യത്തിൽ നീതിയും സമത്വവും പ്രാതിനിധ്യവും, ഈ 3 കാര്യങ്ങൾ ജനാധിപത്യത്തിന്റെ തൃത്വമാണ്. ഈ തൃത്വം ഭരണഘടന ഈ രാജ്യത്തിന് സബ്മിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുവരുത്താനാകില്ല. ഞങ്ങൾക്ക് ഉറപ്പുവരുത്താനാകുക രാഷ്ട്രീയമായ സമത്വം എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം അല്ലാട്ടോ. ഇന്നുമില്ല. 77 വർഷം കഴിഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. യുപിയിൽ ജനസംഖ്യയിൽ 10, 15, 20% മുസ്ലിങ്ങളുള്ള ഒരു വിഭാഗമാണ് യുപി. ഒരാള് പോലും പ്രതിനിധിയായി, മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി ജനാധിപത്യത്തിന് കടന്നു കയറാൻ പറ്റാത്തൊരു മേഖലയാണ് അത്. ഇന്ത്യൻ പാർലമെന്റിൽ നോക്കിയാലും ശതമാനം വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം രാഷ്ട്രീയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഞാനൊരു വോട്ട് ചെയ്താൽ, ഇവിടെ ഇരിക്കുന്ന സുരേന്ദ്രൻ സഖാവ് ഒരു വോട്ട് ചെയ്താൽ ആ വോട്ടിന് ഒരു മൂല്യം, ഒരേ മൂല്യം, ഒരു വോട്ടിന് ഒരു മൂല്യം എന്നതല്ലാതെ ബാക്കി ജനാധിപത്യത്തിലെ തൃത്വങ്ങളായിട്ടുള്ള
നീതിയും പ്രാതിനിധ്യവും സമത്വവും നിങ്ങൾക്ക് ഇല്ല. സമത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ സമത്വമാണ് ഭരണഘടനയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ പട്ടിണിപ്പാവങ്ങൾ, കേറിക്കിടക്കാൻ കൂരയില്ലാത്തവർ, ഇന്ത്യയുടെ തലസ്ഥാനത്ത് വിറച്ചു ചാകാൻ വിധിക്കപ്പെട്ട മനുഷ്യരുള്ള ഒരു രാജ്യമാണ്. 1950 ഈ പ്രാമാണിക രേഖ നമ്മുടെ ഭരണഘടന നമ്മൾ അംഗീകരിച്ചത്. ഇപ്പോഴും വിറച്ചു ചാകുന്നവർ, അത്യുഷ്ണത്തിൽ ചൂടെടുത്ത് വെന്ത് നീറിച്ചാകുന്നവർ ഒക്കെയുള്ള രാജ്യമായി അവശേഷിക്കുന്നു. നിരക്ഷരത ഏറ്റവും കൂടുതൽ ഇന്നുമുള്ള ഒരു പ്രദേശമായി ഈ രാജ്യം അവശേഷിക്കുന്നു. പോഷകാഹാരക്കുറവ് കൊണ്ട് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ 70% മരിക്കുന്നത്. മരണത്തിൽ 70% കുട്ടികളുടെ മരണത്തിൽ പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുന്ന ഒരു രാജ്യം. ലോകത്ത് പോഷകാഹാരക്കുറവ് കൊണ്ട് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണം 50% ആകുമ്പോൾ ഇവിടെ അത് 70%. അപ്പൊ എവിടെയാണ് സാമ്പത്തിക നീതി, സാമ്പത്തിക തുല്യത? ഇല്ല. സാമൂഹ്യ സമത്വം ഉണ്ടോ? ഇല്ലല്ലോ. ദളിതന് ഇപ്പോഴും അമ്പലത്തിൽ കയറാൻ പറ്റാത്ത എത്രയോ ഇടങ്ങളുണ്ട്. ഈ കർണാടകയിൽ അടുത്ത ഇടമാണല്ലോ. ബ്രാഹ്മണനായി ജനിക്കാൻ വേണ്ടി ഇപ്പോഴും ഇവിടെ ചില ആൾക്കാരുണ്ട് അല്ലേ? ബ്രാഹ്മണനായി ജനിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ കഴിച്ച എച്ചിലയിൽ കിടന്ന് ഉരുണ്ടാൽ അടുത്ത ജന്മം എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടും, ഒരു ഗ്രേഡ് കിട്ടും. ഇപ്പൊ എന്താണോ ജാതി, അടുത്ത ഗ്രേഡിലേക്ക് വരും. അത് ഇന്ന് ഈ അടുത്ത കാലത്തല്ലേ നമ്മളൊക്കെ ഇടപെട്ട് മാറ്റിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം നിലനിൽക്കുന്നു. ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഭരണഘടനയ്ക്കകത്ത്. എന്ന് പറഞ്ഞാൽ ശക്തമായൊരു കേന്ദ്രം, ദുർബലമായ സ്റ്റേറ്റ് അല്ല. ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളും. എന്താണ് ചെയ്തു വരുന്നത്? ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളത് തരില്ല. ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ GST ആവറേജ് നോക്കിയാൽ കൊണ്ടുപോകുന്നത് കേരളത്തിൽ നിന്നാണ്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഇന്ത്യൻ റെയിൽവേ നടക്കുന്നതിൽ ഒരു മേജർ ഭാഗവും നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടുള്ള ലാഭത്തിലാണ്. ഇല്ലേ? നമ്മൾ പറയാറില്ലേ? ഇങ്ങനെ എല്ലാം കൊണ്ടും സാമ്പത്തികമായി കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ച് ഇന്ത്യ ഗവൺമെന്റിനെ, യൂണിയൻ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുന്നു നമ്മൾ. നമുക്ക് തരാനുള്ളതോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. KST അടക്കം ഞങ്ങൾ സമരം നടത്തി. എന്തിനു വേണ്ടിയാണെന്നറിയോ? SSK എന്ന് പറയുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പ്രോജക്റ്റ് ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. അതായത് കുട്ടികളും വിദ്യാഭ്യാസ മേഖലയും സമൂഹവും തമ്മിലുള്ളൊരു ഇന്ററാക്ഷൻ, കുട്ടികളുടെ ബഹുമുഖമായ വികസനം, ഉൾച്ചേർത്തുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. അപ്പൊ അതില്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രത്യേകിച്ച് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതിന് ശേഷം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലൊക്കെ ആയത് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്കകത്താകെ ഈ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, അധ്യാപകർക്ക് ട്രെയിനിങ്, കുട്ടികൾക്ക് പാഠപുസ്തകം, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള സർവശിക്ഷ അഭിയാൻ എന്നായിരുന്നു ആദ്യം പേര്. ഇപ്പൊ സർവശിക്ഷ കേരള. എന്താ ചെയ്യുന്നതെന്നറിയോ ഈ കേന്ദ്ര ഗവൺമെന്റ്? ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം 60-40 അനുപാതത്തിൽ ആണ് സംസ്ഥാനവും കേന്ദ്രവും ഫണ്ട് ചെലവഴിക്കേണ്ടത്. ഈ 60% തരേണ്ട യൂണിയൻ ഗവൺമെന്റ് അത് നിഷേധിക്കുന്നു. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ പേര് വെച്ച്, പ്രധാനമന്ത്രിയുടെ പടം വെച്ച് ചില സ്കൂളുകൾ മുദ്രകുത്തണം, ചാപ്പകുത്തണം, എന്നിട്ട് അത് മോഡൽ സ്കൂളുകളായിട്ട് എടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെട്രോൾ പമ്പിന്റെ മുമ്പിൽ സെൽഫി പോയിന്റ്. ഇങ്ങനെ നിബന്ധനകൾ വയ്ക്കുന്നു. വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിനെ എങ്ങനെയൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് കടത്താൻ കഴിയുമോ എന്നുള്ള പരീക്ഷണശാലയാക്കി കേരളത്തെ മാറ്റുന്നു, സംസ്ഥാനങ്ങളെ മാറ്റുന്നു, അവിടുത്തെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഈ വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
പഞ്ചാബ്, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളൊക്കെ മുന്നിലാണ്. ഡൽഹി ഇവർക്കൊന്നും കൊടുക്കുന്നില്ല. കാരണം എന്താ? ഇവിടെയൊക്കെ തങ്ങൾക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയ ഭരണകൂടമാണുള്ളത്, സംസ്ഥാന ഗവൺമെന്റ് ആണുള്ളത്. അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളമില്ല. ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ വസീഫും ഞാനും ജയരാജേട്ടനും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്താ പറയാ ഒരു തിക്തഫലം അനുഭവിച്ചവരാണല്ലോ. രാഷ്ട്രീയ എണ്ണത്തിന്റെ കാര്യത്തിൽ കേട്ടോ, രാഷ്ട്രീയപരമായി നമ്മൾ കുറെ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അത് ഞങ്ങൾക്കെതിരെ തിരിച്ചടി ആയി ഉപയോഗിച്ച അധ്യാപകരുണ്ട്, ജീവനക്കാരുണ്ട്. കാരണം എന്താ? DA കൊടുത്തിട്ടില്ല. SSKയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. അവര് കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന ശത്രു ആരാ? കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി. പോരാ, കെൽപ്പില്ല, മോശമാണ് എന്നാണ് നമ്മളടക്കം പറയാണ്. കൂടെ നിന്നുണ്ട് മറ്റേ ആള് നല്ലതായിരുന്നു, അപ്പുറത്താള് നല്ലതായിരുന്നു, ഇപ്പുറത്താള് നല്ലതായിരുന്നു. ഒന്നാമത്തെ ഗവൺമെന്റ് നല്ലതായിരുന്നു LDFന്റെ, രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോ മോശമാണ്, ഇങ്ങനെയൊക്കെ പറയല്ലേ. അപ്പൊ വളരെ കൃത്യമായി ഈ സംസ്ഥാനത്തെ, ഓരോ സംസ്ഥാനത്തെയും പ്രത്യേകിച്ച് ഈ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമില്ലാത്ത സംസ്ഥാന ഗവൺമെന്റുകളെ ഒക്കെ അവരുടെ പ്രതിനിധികളെ ഉപയോഗിച്ച്, ഗവർണർമാരെ ഉപയോഗിച്ച് പ്രയാസപ്പെടുത്തുക, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുക, സാമ്പത്തികമായി നമുക്കുള്ള അവകാശത്തെ നിഷേധിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കമ എന്നൊരക്ഷരം ഇവിടുത്തെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല? ഇവർക്കെന്താ പണി? ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദുരന്തമുണ്ടായിട്ടുണ്ടെങ്കിൽ കഴുകൻ കണ്ണുകളുമായി ചെന്നുകൊണ്ട് അവിടെ തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ, 4 ആളെ തങ്ങളുടെ ചാനലിന്റെ മുന്നിലിരുത്തിക്കാൻ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാമോ അതെല്ലാം കാണിച്ചു കൂട്ടുന്ന വികൃതമായ മാധ്യമ പ്രവർത്തനം ഈ കേരളത്തിനകത്ത് നമ്മൾ കാണുകയല്ലേ. അത്തരം മാധ്യമ പ്രവർത്തനത്തെ ഈ രാജ്യത്തിന്, ഈ സംസ്ഥാനത്തിന്, ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വിരുദ്ധമായ മാധ്യമ പ്രവർത്തനത്തെ ഈ പ്രയാസ കാലഘട്ടത്തിലും ഈ സംസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആകുന്ന വിധത്തിൽ സംരക്ഷിക്കാൻ നിലപാടെടുക്കുന്ന, നയങ്ങളെടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യാൻ ഇവർ തയ്യാറുണ്ടോ? ഈ കേരളത്തിന്റെ നേട്ടങ്ങളെ, നന്മകളെ ഓരോ ദിവസവും നീതി ആയോഗും മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ പുറത്തുവിടുമ്പോ ഇവർക്ക് എവിടെയെങ്കിലും 4 കോളം വാർത്തയെ ഒരു ഹെഡ്ലൈൻ കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഇവർ യഥാർത്ഥത്തിൽ ഈ കേരളത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഏതു പക്ഷത്താണ്? ഒരു ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? വീടില്ലാത്തവർക്ക് 4 ലക്ഷം രൂപ വീടിന് കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ ഈ ഇന്ത്യ രാജ്യത്ത്, അത് കേരളമാണ് എന്ന് പറയാൻ ഇവർക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇവരിപ്പോഴും ചർച്ച ചെയ്യുന്നത്, പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുന്നത്, ഇന്നലെ ഉയർന്നു വന്ന ആള് നാളെ നിയമസഭയിൽ എവിടെ ഇരിക്കും? തറയിലിരിക്കുമോ, കസേരയിലിരിക്കുമോ, മറ്റാളുടെ പുറകിലിരിക്കുമോ? എത്രയോ ജനകീയമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനങ്ങൾ തമ്മിലുള്ള സ്വൈര ജീവിതവും ഒക്കെ തകർക്കുന്ന വർഗീയതയുടെ രാഷ്ട്രീയം ഈ രാജ്യത്ത് കൃത്യമായ അജണ്ടയോടുകൂടി പോകുമ്പോ നിങ്ങൾ അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ കടമ അതല്ലേ? ഈ രാജ്യം, ഈ രാജ്യത്തെ ജനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യക്കാരാണ്, മതനിരപേക്ഷവാദികളാണ്. സമത്വവും നീതിയും സാഹോദര്യവും സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ, ഈ സമൂഹ ജീവിതത്തിൽ അനുഭവിക്കാൻ അർഹതപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി നിലപാടെടുക്കാനും പ്രവർത്തിക്കേണ്ടവരല്ല ഈ മാധ്യമങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? വലതുപക്ഷമാകട്ടെ ഇടതുപക്ഷമാവട്ടെ, ഇവർക്ക് രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങളോടൊരു ഉത്തരവാദിത്വമില്ലേ?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 75,000 രൂപ കേന്ദ്രം ഒരു വീടുണ്ടാക്കാൻ കൊടുക്കുമ്പോ നമ്മൾ ലൈഫ് പദ്ധതിയിലൂടെ കേരളത്തിൽ മാത്രം 4 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ചർച്ച ചെയ്യുന്നുണ്ടോ? കേരളത്തിലെ സ്കൂളുകൾ വസീഫ് പറഞ്ഞല്ലോ, സ്കൂളുകൾ പൂട്ടിക്കോളൂ, ആരെങ്കിലും വന്ന് കച്ചവട സ്ഥാപനങ്ങളാക്കിക്കോളൂ എന്നൊരു പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് 11.5 ലക്ഷം കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന ഈ സംഭവം ഇത് കാണുന്നില്ലേ? അല്ലെങ്കിൽ നീതി ദേവതയുടെ പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ണൊക്കെ അടച്ചു പൂട്ടി ചെവിയൊക്കെ കൊട്ടി അടച്ചു നിൽക്കുകയാണോ? അതാണോ മാധ്യമ പ്രവർത്തനം? അപ്പോൾ ദയവ് ചെയ്ത് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഒരു സാധാരണ ഒരു പൗര എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ സാധാരണക്കാർ, സ്ത്രീകൾ, നിങ്ങൾ കൊട്ടിഘോഷിച്ചല്ലോ, നമ്മളൊന്ന് പരിശോധിക്കണം കേട്ടോ. ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോ ഇന്ത്യയിലെന്നല്ല ഈ ലോകത്ത് തന്നെ എന്തോ അപരാധം ചെയ്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു എന്നുള്ള രീതിയിൽ ആയിരുന്നില്ലേ ചർച്ച? 2017 ഒരു നടി ആക്രമിക്കപ്പെട്ടിട്ട് ആ പ്രമുഖ നടനെ തുറങ്കിലടയ്ക്കാൻ കരുത്ത് കാണിച്ചൊരു പ്രദേശമല്ലേ കേരളം? അങ്ങനെ കരുത്ത് കാണിച്ച, രാഷ്ട്രീയ ആർജവം കാണിച്ച ഒരു ഗവൺമെന്റ് അല്ലേ കേരളത്തിലുള്ളത്? അതിനെ തുടർന്നല്ലേ സ്ത്രീകളുടെ, ആ മേഖലയിലുള്ള സ്ത്രീകളുടെ, സിനിമാ നടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചത്? അവർ വിളിച്ചു പറയാൻ തയ്യാറായത് എന്തുകൊണ്ടാ? ഈ മ്ലേച്ഛനായ നടൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, ഇയാളുടെ യഥാർത്ഥ മുഖം ഇതാണ് എന്ന് പൊതുജന മധ്യത്തിൽ വലിച്ചു കീറാനുള്ള തന്റെ ഇടം എങ്ങനെയുണ്ടായി കേരളത്തിലെ അഭിനേത്രികൾക്ക്? കേരളത്തിൽ കരുത്തുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട്, സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടല്ലേ പറയൂ? അല്ലെങ്കിൽ അവര് മാധ്യമങ്ങളിലൂടെ വന്നിട്ട് എന്നിട്ട് ഈ കൊള്ളരുതാത്തരങ്ങൾ, ഈ ചൂഷണങ്ങൾ, ഈ സ്ത്രീ വിരുദ്ധത ഇവിടെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. അതിലും പറയുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മീഷൻ റിപ്പോർട്ട് വെച്ചതാണെന്നൊക്കെ ഈ മാംപ്രകൾ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു വരുന്നത് പിന്നെ അന്തിച്ചർച്ചയായി എന്തോ വലിയൊരു മഹാപരാധം കേരളത്തിലെ ഗവൺമെന്റ്, ഈ ലോകത്ത് തന്നെ ആദ്യമായി ഒരു അപരാധം ചെയ്തൊരു ഗവൺമെന്റ് ആണ്. എന്തായി അവസാനം? എന്തായി? ഹേമ കമ്മിറ്റിയുടെ ചർച്ച പോയി. അപ്പോഴേക്കും പാവപ്പെട്ട വയനാട് നിവാസികൾക്കുള്ള വലിയ ദുരന്തം അങ്ങോട്ട് പോയിട്ടോ അവിടെ പിന്നെ വലിയ ഷൂട്ടിംഗ് ആണ് അവിടെ. യഥാർത്ഥത്തിൽ സിനിമ സെറ്റപ്പാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? മാധ്യമ പ്രവർത്തനമല്ല. അത് കഴിഞ്ഞാൽ അടുത്തത്, പിന്നെ അടുത്ത ആള് വന്നു, അൻവറിനെ കിട്ടി. പിന്നെ 2-3 ദിവസം അവിടെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും പറയാണ്, അവര് തന്നെ പറയാണ് 2 മണിക്കൂർ ഇങ്ങനെയുള്ള ആളുകളെ തുറന്നു കാണിക്കാൻ ഉള്ള ഉത്തരവാദിത്വമാണ് ഇന്നത്തെ രാഷ്ട്രീയം നമ്മളോട് ആവശ്യപ്പെടുന്നത്. സഖാവ് പാഠ്യത്തിന്റെ ഓർമ്മകളും നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. സഖാക്കളെ, നമുക്ക് ജന്മിത്വത്തിലേക്കോ ജാതീയതയിലേക്കോ മനുഷ്യത്വരഹിതമായ സാമൂഹ്യ വ്യവസ്ഥയിലേക്കോ തിരിഞ്ഞു നോക്കാൻ നമുക്ക് മനസ്സില്ല. നമുക്ക് നേരെ നോക്കി പോകേണ്ടത് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും മതനിരപേക്ഷതയും ജനാധിപത്യവും ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലേക്കാണ്. ഇപ്പോൾ നാളെ നമ്മൾ പോകുന്നത് സമത്വസുന്ദരമായ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയിലേക്കാണ്. പക്ഷെ ഇന്ന് നമുക്ക് പോകേണ്ടത് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് കരുതുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആശയങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ്. അല്ലാതെ അത് തന്നെയായിരിക്കണം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് തന്നെയാണ് മാധ്യമങ്ങളുടെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ഉത്തരവാദിത്വമെന്ന് സാധാരണ മനുഷ്യർ, മാധ്യമത്തിൽ ഡിഗ്രിയോ PGയോ ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യർ, പൗരന്മാർ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്. ഞാൻ നിർത്തുകയാണ്. 2018-ൽ ഡൽഹിയിൽ ഒരു പെൺകുട്ടി, പാരാമെഡിക്കൽ വിദ്യാർത്ഥി, അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അന്ന് ജസ്റ്റിസ് JS വർമ്മ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ വെച്ചു. എന്തുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ബംഗാളിലും ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലും ഒക്കെ ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു? കേരളവും പിന്നാലല്ലോ, ഇപ്പൊ കൂടി വരികയാണ്.
അതിൻ്റെ കാരണം നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറാണ്. ജസ്റ്റിസ് ജെ.എസ്. വർമ്മ ആ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, we should fight against the cultural prejudice against women that exist in the Indian society. ഈ രാജ്യത്ത് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നിൽക്കുന്ന സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളെ വലിച്ചു കീറാതെ രാജ്യത്തെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ രാജ്യത്തൊട്ടനവധി മാർഗങ്ങളുണ്ട്. സമത്വവും നീതിയും ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് താഴെ കാലാകാലങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റും നിയമസഭകളും പാസാക്കുന്ന നിയമങ്ങളുണ്ട്, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ. സംസ്ഥാന ഭരണകൂടമുണ്ട്, പോലീസുണ്ട്, കോടതികളുണ്ട്. പക്ഷെ കഴിയുന്നില്ല. സ്ത്രീധന മരണം നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, ബലാത്സംഗങ്ങൾ നടക്കുന്നു. 2022 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നമ്മുടെ മുന്നിൽ വരുന്നത്, രാജ്യത്ത് ഓരോ വർഷവും 35,000-ലേറെ സ്ത്രീകൾ ബലാത്കാരത്തിനിടയാകുന്നു, റേപ്പിനിരയാകുന്നു. 16 മിനിറ്റിൽ ഒരു സ്ത്രീ റേപ്പിനിരയാകുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതിന്റെ കാരണം നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇന്ത്യൻ സമൂഹം അംബേദ്കർ പറഞ്ഞതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് വാങ്ങാനുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് ആസ്പിറേഷൻസ് ആണ്, അഭിലാഷങ്ങളാണ്. കാരണം വഴി നടക്കാൻ പാടില്ലാത്ത, കണ്ടാൽ അയിത്തമുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ ഇത് എഴുതിയുണ്ടാക്കി അവിടെ വെച്ചിട്ടുള്ളത്. ആ എഴുതിയുണ്ടാക്കി വെച്ചത് അക്ഷരത്താളുകളായി ജീവനില്ലാതെ ആ ഭരണഘടനാ പുസ്തകത്തിനകത്ത് കിടക്കാനല്ല, അതെടുത്ത് പ്രയോഗിക്കാനാണ്. അതെടുത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നമ്പർ 1 ആണ് കേരളം. അതുകൊണ്ടാണ് നമ്മൾ അന്തസ്സായി മറ്റുള്ളവരെ അപേക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ ഇവിടെ ജയരാജേട്ടൻ അടക്കമുള്ള സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ, നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നവരാണെന്ന് എനിക്കറിയാം, നമ്മളൊക്കെ പറയാറുള്ളത് പോലെ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി നമുക്ക് മാറാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആശയാഭിലാഷങ്ങൾ നിറവേറ്റാൻ രാജ്യത്തെ ഗവൺമെന്റുകൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന് കൂടെ നിൽക്കുകയും ശ്രമിക്കുന്നില്ല എങ്കിൽ അത് തുറന്നു കാണിക്കാനുമുള്ള ആർജവം രാജ്യത്തെ മാധ്യമങ്ങൾ, വിശേഷിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ നമ്മൾ അവരെ തയ്യാറാക്കിക്കാനുള്ള ഒരു കരുത്ത് ജനങ്ങൾക്കുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും കാണിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനത്തിൽ അണിനിരന്നിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. സഖാവ് പാണ്ഡ്യത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് സഖാക്കളെ ലാൽ സലാം.